ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 12-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSCയുടെ CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം CPOയിൽ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിലെ 20 മാർക്ക് സ്വന്തമാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മികച്ച റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്കും അതേപോലെ ബാക്കി കണ്ടന്റ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്, ബാക്കി സിലബസും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു CPO റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ വരാൻ പോകുന്ന CPO അതേപോലെ WCPO എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രയോജനകരമാവുന്ന രീതിയിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1650 രൂപയാണ്. നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഇപ്പോൾ ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഈ ഒരു എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ഒരു ബുക്കാണിത്. ഈ ഒരു ബുക്കിൽ PYQ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻസ് ബേസ് ആയിട്ട് നല്ലതുപോലെ മികച്ച രീതിയിൽ തയ്യാറെടുക്കാനായിട്ട് ഈ ബുക്ക് കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു ബുക്കുകൾ സ്വന്തമാക്കുക. അപ്പോൾ ടാലന്റ് അക്കാദമിയുടെ ബുക്കുകൾ, പബ്ലിക്കേഷന്റെ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നോക്കാം, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറിൽ നേരിട്ട് ചെന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കും. അടുത്തിടെ കഴിഞ്ഞ PSC പരീക്ഷകളിൽ നമ്മൾ കണ്ട ഒരു ട്രെൻഡാണ് പുതിയതായിട്ട് വന്ന ഇൻക്ലൂഡ് ചെയ്ത SCRT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ എന്താണ് SCRT, ന്യൂ SCRT സിലബസ് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ടാലന്റ് അക്കാദമി ഫോളോ ചെയ്യുന്നവർക്കായിട്ട് ഒരു സർപ്രൈസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ടാലന്റ് അക്കാദമി ഇനി വരുന്ന 16, 17 തീയതികൾ, അതായത് ഒക്ടോബർ 16, 17 തീയതികളിൽ SCRT വർക്ക്ഷോപ്പ് ഫോർ എക്കണോമിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സിനും കോൺസ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ട് ഒരു ന്യൂ SCRT വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയാണ്. എവിടെയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ തമ്പാനൂരാണ്, അമ്മൂസ് കോംപ്ലക്സിലാണ്, ഓപ്പോസിറ്റ് ഏരിയസ് പ്ലെക്സ് തിയേറ്റർ ആണ്, തിരുവനന്തപുരത്തെ തമ്പാനൂരാണ് ഇത് വരുന്നത്. അപ്പോൾ തമ്പാനൂരുള്ള ടാലന്റ് അക്കാദമിയിലാണ്, അക്കാദമി ബ്രാഞ്ചിലാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ ആയിരിക്കും വർക്ക്ഷോപ്പ് ഉണ്ടാകുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്ക്ഷോപ്പാണിത്. എക്കണോമിക്സിലും അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനിലുമാണ് വരുന്നത്. ഡേറ്റ് മറക്കണ്ട, 16ഉം 17ഉമാണ്, ഒക്ടോബർ 16ഉം 17ഉമാണ് ഈ വർക്ക്ഷോപ്പ് നടക്കുന്നത്. 10 മണി തൊട്ട് 4 മണി വരെയാണ്. എവിടെയാണ്? തമ്പാനൂർ, ടാലന്റിന്റെ തമ്പാനൂർ ബ്രാഞ്ചിലാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ആർക്കും ഒരു ഫീസും അടക്കണ്ട. ഈ ഒരു വർക്ക്ഷോപ്പും അതേപോലെ ഇതിന്റെ കൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടും സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2025 ഒക്ടോബറിൽ വെബ്കോ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ്. ഓർത്തു വെക്കാം, MR അജിത് കുമാർ ആണ്. ആരാണ്? MR അജിത് കുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കറിയാം, കുറച്ച് നാളുകളിലായിട്ട് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. ഏത് പോസ്റ്റിലേക്കാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്? ബെബ്കോ എന്താണ്, ബിവറേജ് കോർപ്പറേഷൻ ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായത്. 2025 ഒക്ടോബറിലാണ് അദ്ദേഹത്തെ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിച്ചത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ആരാണ് ബെബ്കോ ചെയർമാനായിട്ട് നിയമിതനായത്? 2025 ഒക്ടോബറിൽ MR അജിത് കുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. അടുത്തത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ആണ്. 2025 ഒക്ടോബറിൽ മഡഗാസ്കറിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ്. ഓർത്തു വെക്കുക, റുഫിൻ സാഫി സാംബോയാണ്. ആരാണ്? റുഫിൻ സാഫി സാംബോയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. ഏത് രാജ്യത്തിന്റെയാണ്? മഡഗാസ്കറിന്റെയാണ്. മഡഗാസ്കറിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം, ആരാണ്? റുഫിൻ. ഓർത്തു വെക്കുക, റുഫിൻ സാഫി സാംബോ നിയമിതനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം അവിടുത്തെ ആർമി ഹെഡ് ആയിരുന്നു. അദ്ദേഹത്തെ എന്താണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഈ ഒരു മഡഗാസ്കറിൽ ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടായിരുന്നു, കുറച്ച് സംഘർഷഭരിതമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത്. കുറച്ച് കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആർമി ഹെഡായിരുന്ന റുഫിനെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, മഡഗാസ്കറിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം നിയമിതനായത്.
ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കേരളത്തിൽ അടുത്തിടെ 250 ടൺ ശേഷിയുള്ള സ്ലിപ്പ് വേ ക്രാഡിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. ഓർത്തുവെക്കുക, കൊച്ചിയിലാണ് ഇത്തരത്തിലൊരു ക്രാഡിൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? 250 ടൺ ആണ്, 250 ടൺ ശേഷിയാണുള്ളത്. ഇതൊരു സ്ലിപ്പ് വേ ക്രാഡിലാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക. ഇതൊരു സ്ലിപ്പ് വേ ക്രാഡിലാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ചെറിയ മത്സ്യബന്ധന ബോട്ടുകൾ മുതൽ അതേപോലെ വലിയ വലിയ ഷിപ്പുകൾ വരെയുള്ള വലിയ വലിയ കപ്പലുകളായാൽ പോലും ഇവയിലൂടെ നിഷ്പ്രയാസം ക്യാരി ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇതിലൂടെ അവയുടെ അറ്റകുറ്റപ്പണികളും അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ ഡോക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിലൊരു ക്രാഡിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടതെന്ന് ഓർത്തു വെക്കുക. കൊച്ചിയിലാണ് വന്നിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. നൊബേൽ പുരസ്കാരമാണ്. 2025 സമാധാന നൊബേലാണ്. സമാധാന നൊബേലാണ് നോക്കുന്നത്. അപ്പോൾ 2025 സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? മരിയ കൊറിന മച്ചാഡോയ്ക്കാണ്. ആർക്കാണ്? മരിയ കൊറിന മച്ചാഡോയ്ക്കാണ് ഈ ഒരു പുരസ്കാരം 2025 ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കാണെന്ന് ഓർത്തു വെക്കുക, മരിയ കൊറിനയ്ക്കാണ് 2025 സമാധാന നൊബേൽ പുരസ്കാരം. സമാധാന നൊബേൽ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവും അതേപോലെ സമാധാന പ്രവർത്തകയുമാണ് ആരാണ്? മരിയ കൊറിന എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നതിന് കാരണം എന്താണെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെനസ്വേലയിലെ ജനങ്ങളുടെ അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അതേപോലെ വെനസ്വേലയിലെ ജനങ്ങളെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സമാധാനപരമായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് 2025 സമാധാന നൊബേൽ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുള്ളത്? മരിയയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ രാജ്യം ഏതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നോട്ട് ചെയ്യുക. വെനസ്വേലയാണ് മരിയയുടെ രാജ്യം. അപ്പോൾ 2025 സമാധാന നൊബേലാണ് നമ്മൾ നോക്കിയത്. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? മരിയ കൊറിന മച്ചാഡോയ്ക്കാണ് ലഭിച്ചത്. വെനസ്വേലയിലെ ജനങ്ങളെ ജനാധിപത്യത്തെ അവരുടെ ജനാധിപത്യ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മഹാരാഷ്ട്ര സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള വെവ്വേറെ സ്കൂളുകൾ നിർത്തലാക്കാൻ അടുത്തിടെ തീരുമാനമെടുത്ത സംസ്ഥാനം ഏതെന്നാണ്. ഓർത്തുവെക്കുക, മഹാരാഷ്ട്രയിലാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടല്ലേ ബോയ്സ് സ്കൂൾ മാത്രമായിട്ടും അതേപോലെ ഗേൾസ് സ്കൂൾ മാത്രമായിട്ടുള്ള സ്കൂളുകൾ. ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഇനി വേണ്ട, അങ്ങനെയുള്ള സ്കൂളുകൾക്ക് ഇനി അനുമതി നൽകില്ല എന്നുള്ള ഒരു ഉത്തരവാണ് മഹാരാഷ്ട്ര സംസ്ഥാനം പുറത്തുവിട്ടിരിക്കുന്നത്. അല്ലാതെ സഹവിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ മതി എന്നുള്ള തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് മിക്സഡ് ആയിട്ടുള്ള സ്കൂളുകൾ മതി എന്നുള്ള രീതിയിലുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. ഏത് സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്? മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി മ്യൂസിയവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു മ്യൂസിയമാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വസതിയാണ് ബത്തേർപുരി എന്നുള്ള അദ്ദേഹത്തിന്റെ വസതിയാണ് മ്യൂസിയം ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബത്തേർപുരി എന്നുള്ള ഈ ഒരു വസതി രവീന്ദ്രനാഥ ടാഗോറിന്റെ വസതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ പുരിയിലാണ് ബത്തേർപുരി എന്നുള്ള അദ്ദേഹത്തിന്റെ വസതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു വസതിയാണ് മ്യൂസിയം ആക്കിയിട്ട് പുനഃസ്ഥാപിക്കാൻ ഒഡീഷ സർക്കാർ തീരുമാനമിടുന്നത് അല്ലെങ്കിൽ പദ്ധതി ഇടുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, രവീന്ദ്രനാഥ ടാഗോറിന്റെ അദ്ദേഹത്തിന്റെ വസതിയാണെന്നാണ് പുനഃസ്ഥാപിക്കുന്നത്, ഒരു മ്യൂസിയം ആയിട്ട് പുനഃസ്ഥാപിക്കാൻ പോകുന്നത്. ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി സമ്മേളനത്തിന്റെ വേദി എവിടെയെന്നായിരുന്നു. അപ്പോൾ ഓർത്ത് വെക്കാം, ബാർബഡോസിൽ വെച്ചാണ് നടന്നത്. എവിടെയാണ്? ബാർബഡോസിൽ വെച്ചാണ് ഈ ഒരു സമ്മേളനം നടന്നത്. 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി സമ്മേളനമാണ് 2025 നടന്നത്. വേദി എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ബാർബഡോസിലാണ്. ബാർബഡോസിൽ വെച്ചിട്ടാണ് ഈ ഒരു സമ്മേളനം നടന്നത്. ഇനി ഈ ഒരു സമ്മേളനത്തിൽ ഇന്ത്യൻ പാർലമെന്ററി പ്രതിനിധി സംഘത്തെ നയിച്ചത് ആരാണ്? അത് നമ്മുടെ ലോകസഭ സ്പീക്കർ ആയിട്ടുള്ള ഓം ബിർളയാണ്. ആരാണ്? ഓം ബിർളയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി സമ്മേളനമാണ് 2025 നടന്നത്. എവിടെയായിരുന്നു അതിന്റെ വേദി എന്ന് പ്രത്യേകം നോക്കാം. ബാർബഡോസിൽ വെച്ചാണ് ഈ ഒരു സമ്മേളനം നടന്നത്. അടുത്ത പോയിന്റ് ഇതാണ്. കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആദ്യത്തെ ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഏതെന്നാണ്. ഓർത്തു വെക്കാം, ഫിജിയിലാണ് ഇത്തരത്തിലൊരു സംരക്ഷണ നയം ആരംഭിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികളുടെയാണ്. അപ്പോൾ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയമാണ്, ദേശീയ ശിശു സംരക്ഷണ നയമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക, ഫിജിയാണ് ഇത്തരത്തിലൊരു നയം ആരംഭിച്ച രാജ്യം.
അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപവൈദ്യുത നിലയം ആരംഭിച്ചത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക, ഗോബി മരുഭൂമിയിലാണ്. ഗോബി മരുഭൂമിയിലാണ്. എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ചൈനയിലാണ്. ഏത് രാജ്യമാണ് ആരംഭിച്ചത്? ചൈനയിലാണ്. ചൈനയിലെ ഗോബി മരുഭൂമിയിലാണ് ഇത്തരത്തിലൊരു പ്ലാന്റ്, ഒരു നിലയം ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സൗരോർജ താപവൈദ്യുത നിലയം ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ ഒരു താപവൈദ്യുത നിലയം ആരംഭിച്ച രാജ്യം ഏതാണ് ചോദിച്ചാൽ അത് ചൈനയാണ്. എവിടെയാണ്? ചൈനയിലെ ഗോബി മരുഭൂമിയിലാണ് ഇത്തരത്തിലൊരു നിലയം ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് 2025-26 രഞ്ജി ട്രോഫിയിൽ കേരള ടീമിനെ നയിക്കുന്നത് ആരെന്നാണ്. ഓർത്തുവെക്കാം, മുഹമ്മദ് അസ്റുദ്ദീനാണ്. ആരാണ്? മുഹമ്മദ് അസ്റുദ്ദീനാണ് 2025-26 രഞ്ജി ട്രോഫിയിൽ കേരള ടീമിനെ നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീമിൽ നമ്മുടെ സഞ്ജു സാംസൺ ഉണ്ട്, അതേപോലെ സച്ചിൻ ബേബി, ഇനി രോഹൻ കുന്നുമൽ തുടങ്ങിയ താരങ്ങളും ഉണ്ട്. അപ്പോൾ ഓർത്തുവെക്കുക, ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റനായിട്ട് നയിക്കുന്നത് ആരാണ്? മുഹമ്മദ് അസ്റുദ്ദീനാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പുഷ്പലിത സസ്യം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഐസാക്നെ കസ്പിഡേറ്റ എന്നുള്ള സസ്യത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ഇതൊരു പുഷ്പലിത സസ്യമാണ്. എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്. പശ്ചിമഘട്ടത്തിലെ മന്നവൻ ചോലയിലുള്ള ഉൾക്കാടുകളിൽ നിന്നാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത്. സസ്യത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഐസാക്നെ കസ്പിഡേറ്റ എന്നുള്ള സസ്യത്തെയാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. നമ്മുടെ ന്യൂ NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. 3 വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. 1600 രൂപയാണ് റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ്. എന്നാൽ 1500 രൂപയ്ക്ക് ഈ ഒരു ബുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചിരിക്കേണ്ട ഒരു റാങ്ക് ഫയൽ തന്നെയാണ് ടാലന്റിന്റെ LDC റാങ്ക് ഫയൽ. നിരവധി എക്സാമുകൾ ഉടൻ തന്നെ വരുന്നതാണ്. PYQ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് 2 അപ്പോയിന്റ്മെന്റുകളായിരുന്നു. 2025 ഒക്ടോബറിൽ വെബ്കോ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് നമ്മൾ ആദ്യം നോക്കിയത്. MR അജിത് കുമാറാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2025 ഒക്ടോബറിൽ മഡഗാസ്കറിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? റുഫിൻ സാഫി സാംബോയാണ്. ഏത് രാജ്യത്തിന്റെയാണെന്ന് ഓർത്തു വെക്കുക, മഡഗാസ്കറിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം നിയമിതനായത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ്, കേരളത്തിൽ അടുത്തിടെ 250 ടൺ ശേഷിയുള്ള സ്ലിപ്പ് വേ ക്രാഡ് കമ്മീഷൻ ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. കൊച്ചിയിലാണ് ഇത്തരത്തിലൊരു സ്ലിപ്പ് വേ ക്രാഡ് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് നമ്മൾ നോക്കിയത്. 2025 സമാധാന നൊബേൽ പുരസ്കാരം നോക്കി. 2025 സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓർത്തു വെക്കുക, മരിയ കൊറിന മച്ചാഡോയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. വെനസ്വലയാണ് രാജ്യം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. വെനസ്വലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ജനാധിപത്യ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ നോക്കി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള വെവ്വേറെ സ്കൂളുകൾ നിർത്തലാക്കാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു മ്യൂസിയത്തെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ വസതിയായ ബത്തേർപുരി പുനഃസ്ഥാപിച്ച് ഒരു മ്യൂസിയം ആക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ബത്തേർപുരി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. അപ്പോൾ ഒഡീഷ സർക്കാരാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വേദി നമ്മൾ നോക്കി. 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി സമ്മേളനത്തിന്റെ വേദി നമ്മൾ നോക്കി. വേദി എവിടെയാണ്? ബാർബഡോസ് ആണ് വേദിയായി വരുന്നത്. ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പാർലമെന്ററി പ്രതിനിധി സംഘത്തെ നയിച്ചത് ആരാണ്? നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആയിട്ടുള്ള ഓം ബിർളയാണ് നയിച്ചത്. ശേഷം നമ്മൾ നോക്കിയത് കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആദ്യത്തെ ദേശീയ ശിശു സംരക്ഷണ പദ്ധതി നയം ആരംഭിച്ച രാജ്യം ഏതെന്നാണ്. ഫിജിയാണ് ഇത്തരത്തിലൊരു നയം ആരംഭിച്ച രാജ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപവൈദ്യുത നിലയം ആരംഭിച്ചത് എവിടെയെന്നാണ്. ചൈനയിലെ ഗോബി മരുഭൂമിയിലാണ് ഇത്തരത്തിലൊരു നിലയം, ഒരു പ്ലാന്റ് ആരംഭിച്ചിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. 2025-26 രഞ്ജി ട്രോഫിയിൽ കേരള ടീമിനെ നയിക്കുന്നത് ആരാണ്? മുഹമ്മദ് അസ്റുദ്ദീനാണ്. അതേപോലെ സഞ്ജു സാംസൺ, സച്ചിൻ ബേബി, രോഹൻ കുന്നുമൽ തുടങ്ങിയവർ ഈ ഒരു ടീമിൽ ഉണ്ട്, കേരള ടീമിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു പുഷ്പലിത സസ്യത്തിന്റെ കണ്ടുപിടുത്തമായിരുന്നു. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് കണ്ടെത്തിയ പുതിയ ഇനം പുഷ്പലിത സസ്യം ഏതാണ്? ഐസാക്നെ കസ്പിഡേറ്റ എന്നുള്ള സസ്യത്തെയാണ് കണ്ടെത്തിയത്.
കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഏതെന്നാണ്? ഓപ്ഷൻ എ മിട്ടു, ഓപ്ഷൻ ബി തങ്കു, ഓപ്ഷൻ സി മോട്ട്, ഓപ്ഷൻ ഡി കാത്തു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: തമിഴ്നാട്ടിലെ 4ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതെന്നാണ്? ഓപ്ഷൻ എ അരട്ടപ്പട്ടി, ഓപ്ഷൻ ബി കാസംപട്ടി, ഓപ്ഷൻ സി നാഗമല കുന്നിൻപുറം, ഓപ്ഷൻ ഡി ഏലത്തൂർ തടാകം. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഏഞ്ചൽ മെരിയിലേക്ക് 100 ദിവസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എം മുകുന്ദനാണ് ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: 2025 നവംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ബീഹാറിലാണ് 2025 നവംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.